ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് യമഹേനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് യമഹ വന്ന വഴി, യമഹയുടെ ഹിസ്റ്ററിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ യമഹേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരാളെ പരിചയപ്പെടേണ്ടതുണ്ട്. ടോർകൂസു യമഹ. തകർന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് റിപ്പയർ ചെയ്താണ് നമുക്കിവിടെ യമഹയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ഗൈസ്, പിന്നെ നമുക്ക് യമഹയുടെ ലോഗോ നോക്കുകയാണെങ്കിൽ മ്യൂസിക്കലുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു ബന്ധം തന്നെ അതിനകത്തുണ്ട്. ഗൈസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ട്യൂണിംഗ് ഫോർക്ക്. ഈ ട്യൂണിംഗ് ഫോർക്കാണ് 3 ട്യൂണിംഗ് ഫോർക്ക് കൂടിയാണ് യമഹയുടെ ലോഗോ ഉണ്ടാകുന്നത്. യമഹയുടെ ലോഗോയിലുള്ള ഈ 3 ട്യൂണിംഗ് ഫോർക്ക് യമഹയുടെ 3 സ്തംഭങ്ങളാണ്. സാങ്കേതികവിദ്യ, വിൽപ്പന, ഉൽപ്പാദനം എന്നീ 3 ഘടകങ്ങളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ജപ്പാനിലെ ഷിബോയിലെ ഇവാൽറ്റയിലാണ് കമ്പനിയുടെ ആസ്ഥാനം. കമ്പനിയുടെ സ്ഥാപകനും കമ്പനിയുടെ പ്രസിഡന്റുമായ ജനിച്ചി കവകാമിയുടെ നേതൃത്വത്തിലാണ് യമഹ YA1 എന്ന പേരിലാണ് 1955 ഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ഇറങ്ങുന്നത്. യമഹ കമ്പനിയുടെ മോട്ടോർ സൈക്കിൾ വിപണിയിൽ ലോകത്തെ 2ാം സ്ഥാനത്താണ് യമഹ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ജലവിപണിയിൽ 1ാം സ്ഥാനത്തുമാണ് യമഹ. പിന്നെ റേസിൽ നോക്കുകയാണെങ്കിൽ റേസിൽ Y1 ഒരു വലിയൊരു മാറ്റം തന്നെയാണ് നമുക്ക് യമഹയിലായിട്ട് കൊണ്ടുവന്നത്. ആദ്യകാല മത്സരങ്ങളിലെല്ലാം യമഹ ഫസ്റ്റ് തന്നെ വന്നു. യമഹയുടെ നിർമ്മാണത്തിൽ ഒരു വലിയൊരു കരുത്ത് തന്നെയായി. നമുക്ക് ഹോണ്ടയുടെയും പിന്നെ മറ്റ് ജാപ്പനീസ് നിർമ്മാതാക്കൾക്കും ഇതൊരു വലിയൊരു അടി തന്നെയായി. ഗൈസ്, പിന്നെ 1965 തൊട്ട് മറ്റു വണ്ടികൾ വന്നു തുടങ്ങി. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ഇന്ന് വരെയുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസും നമുക്ക് നേരെ പോയി നോക്കാം.
മുതൽ ഇന്ന് വരെ യമഹ ഒരു വലിയൊരു വളർച്ച തന്നെയാണ് കൈവരിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ത്യയിൽ യമഹയുടെ പ്ലാന്റ് 3 എണ്ണമാണ് ഇന്ത്യയിലുള്ളത്. 1965 ഹരിയാനയിലും, പിന്നെ അതേപോലെ തന്നെ 1984 ഉത്തർപ്രദേശിലും, 2014 തമിഴ്നാട്ടിൽ ചെന്നൈയിലും സ്ഥാപിച്ചു. ഇന്ത്യൻ വിപണിയിൽ വളരെ ജനപ്രിയമായ യമഹയുടെ പല വണ്ടികളുണ്ട്. ഉദാഹരണത്തിന് RX100 പോലെയുള്ള വണ്ടികളും. അതേപോലെ തന്നെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ യമഹേനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.